എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ കടന്നു ചെല്ലുന്നത് ഞങ്ങളുടെ നാടിൻ്റെ കാവലാളായ, ഞങ്ങൾക്ക് എന്ത് സന്തോഷവും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായാലും ആദ്യം ചെന്നെത്തുന്ന നമ്മുടെ എല്ലാം സാക്ഷാൽ വിട്ടിങ്ങൽ അമ്മയുടെ തിരുനടയിലേക്കാണ്. ഇവിടെ ഇപ്പോൾ ഒരു മഹാവിശേഷം നടക്കുകയാണ്. നവചണ്ഡികായാഗവും ലക്ഷാർച്ചനയും. അത് നടത്തുന്നത് നമ്മുടെ ശ്രീ മൂകാംബികാദേവിയുടെ തിരുസന്നിധിയിൽ നിന്നും മുഖ്യതന്ത്രിയായിട്ടുള്ള ഡോക്ടർ കെ രാമചന്ദ്ര അടികയാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. ഉത്സവ സമാനമായിട്ടുള്ളത്ര തിരക്കാണ് നമ്മുടെ ക്ഷേത്രത്തിലെല്ലാം അനുഭവപ്പെടുന്നത്. ദീപാരാധനയ്ക്ക് ശേഷം തിരുവാതിരക്കളിയും കൈകൊട്ടിക്കളിയും ഒക്കെ ഉണ്ട്. പുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ നാട്ടുകാർക്ക് മാത്രമല്ല അന്യദേശക്കാർക്ക് പോലും വിശേഷങ്ങൾ കേട്ടറിഞ്ഞ് എത്തിച്ചേരുന്ന പുണ്യപുരാതനമായിട്ടുള്ള ദേവീ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ദൂരദേശത്ത് നിന്ന് പോലും ആൾക്കാർ ഇവിടുത്തെ വിശേഷങ്ങൾക്ക് എത്താറുണ്ട്. ഇവിടെ ഞങ്ങളെപ്പോലെ തന്നെ രാത്രിയും പകലും ഒക്കെ നിന്ന് അതെല്ലാ പൂജകളും കർമ്മങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാണ് ഓരോരുത്തരും അവരവരുടെ വീടുകളിലൊക്കെ എത്തിച്ചേരുന്നത്. കുട്ടികളുടെ നൃത്താവിഷ്കാരങ്ങൾ ഒരുപാട് നേരമുണ്ടായിരുന്നു. നമ്മുടെ ക്ഷേത്ര പരിസരങ്ങളും മറ്റുമെല്ലാം ഈ ഒരു കുട്ടികളുടെ പരിപാടികളും മറ്റുമെല്ലാമായിട്ട് ഒരുപാട് കാഴ്ചക്കാരും എല്ലാമായിട്ട് വളരെ ഭക്തിസാന്ദ്രമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളവിടെ ഒരുപാട് നേരം നിന്ന് അവിടുത്തെ കാഴ്ചകളുമൊക്കെ കണ്ടു, നൃത്തങ്ങളൊക്കെ കണ്ടു. അതേപോലെ ദേവിയുടെ തിരുസന്നിധിയിൽ ഒരുപാട് നേരം നമ്മൾ ചിലവഴിച്ചു. അതേപോലെ തന്നെ ക്ഷേത്രവും ക്ഷേത്ര പരിസരങ്ങളും എല്ലാം ദീപാലങ്കാരങ്ങളാലും വിളക്കുകളാലും ഒക്കെ വളരെയധികം മനോഹരമാക്കി അലങ്കരിച്ചിരുന്നു. നമുക്കെല്ലാവർക്കും നമ്മുടെ എല്ലാ കണ്ണുകൾക്ക് വളരെ നയന മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ക്ഷേത്ര പരിസരത്തൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. അത്രയ്ക്കധികം തന്നെ ജനങ്ങളും അവിടെ വന്ന് നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ പിറ്റിങ്ങലമ്മയുടെ മണ്ണിൽ നടന്ന ഇത്രയും വലിയ ഒരു പൂജാകർമ്മത്തിനൊക്കെ സാക്ഷ്യം വഹിക്കാനായിട്ട് ഭാഗ്യം തന്നതിന് ദേവിയോട് നന്ദി പറയുന്നു. അതിനുള്ള അനുഗ്രഹം തന്നതിനും ആ ഒരു ഭാഗ്യം നമുക്കെല്ലാവർക്കും കിട്ടിയതിനും നമുക്കെല്ലാവിധ സർവ്വ ഐശ്വര്യങ്ങളും നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നീട് കുറച്ച് നേരം ഞങ്ങൾ അവിടെയെല്ലാം നിന്ന് രാത്രി വരുന്ന ഭക്തജനങ്ങൾക്കുണ്ടായിരുന്ന സായാഹ്ന ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് കുട്ടിക്ക് കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങളെല്ലാവരും തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും അടുത്ത വ്ളോഗുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി. താങ്ക്